വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും സ്വർണത്തിന്റെ റെക്കോർഡ് കുതിച്ചുചാട്ടം നിക്ഷേപകർക്ക് ഒരു സവിശേഷ അവസരം നൽകുന്നു. ഒരു ഔൺസിന് $3200 മുകളിലുള്ള എക്കാലത്തെയും ഉയർന്ന നിലയിലേക്കുള്ള സ്വർണത്തിന്റെ സമീപകാല റാലി നിക്ഷേപകർക്ക് ഇക്വിറ്റി മാർക്കറ്റുകളിലെ ബലഹീനതകൾ മുതലാക്കാനുള്ള സവിശേഷമായ അവസരം നൽകുന്നു, ഒരു ഫണ്ട് മാനേജർ അഭിപ്രായപ്പെടുന്നു. കിറ്റ്കോ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മൗണ്ട് ലൂക്കാസ് മാനേജ്മെന്റിന്റെ സിഒയും ക്രെയിൻഷെയർസിന്റെ സീനിയർ പോർട്ട്ഫോളിയോ മാനേജറുമായ ജെറി പ്രയർ, മൗണ്ട് ലൂക്കാസ് മാനേജ്ഡ് ഫ്യൂച്ചേഴ്സ് ഇൻഡെക്സ് സ്ട്രാറ്റജി ETF NYSE KMLM പറഞ്ഞു. സ്വർണ്ണവില ഔൺസിന് $3200 മുകളിൽ പ്രാരംഭ പിന്തുണ നിലനിർത്തുന്നത് തുടരുന്നതിനിടയിലാണ് അഭിപ്രായങ്ങൾ വരുന്നത്. സ്പോട്ട് സ്വർണം ഔൺസിന് 0.75% കുറഞ്ഞ് $3211.80 അവസാനമായി വ്യാപാരം നടന്നത്. അഭൂതപൂർവമായ അനിശ്ചിതത്വം ആർക്കും ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രങ്ങളിലോ ദീർഘകാല ആസൂത്രണത്തിലോ ഏർപ്പെടാൻ കഴിയാത്തതിനാൽ സ്വർണം ഒരു വിലപ്പെട്ട സ്വത്തായി തുടരുന്നുവെന്ന് പ്രയർ വിശദീകരിച്ചു. കോവിഡിന്റെ സമയത്തും പിന്നീട് ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിലും ഞങ്ങൾ വളരെയധികം അനിശ്ചിതത്വങ്ങൾ കണ്ടു, പക്ഷേ പിന്തുടരാൻ എപ്പോഴും ഒരു പ്ലേബുക്ക് ഉണ്ട്, അദ്ദേഹം പറഞ്ഞു. ഈ അഭൂതപൂർവമായ അനിശ്ചിതത്വം നാവിഗേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പ്ലേബുക്ക് ഒന്നുമില്ല. പ്ലേബുക്ക് പൂർണ്ണമായും വിൻഡോയ്ക്ക് പുറത്തേക്ക് എറിയണമെന്ന് ഞാൻ കരുതുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രതികാര താരിഫുകൾ 90 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിയിട്ടുണ്ടെന്നും എന്നാൽ ഇറക്കുമതി ചെയ്ത എല്ലാ ഉൽപ്പന്നങ്ങളിലും 10% അടിസ്ഥാന നില നിലനിർത്തിയിട്ടുണ്ടെന്നും മുമ്പ് സൂചിപ്പിച്ചു. ഇത് സാമ്പത്തിക പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും ഫെഡറൽ റിസർവിന് ഇപ്പോൾ നിരക്കുകൾ കുറയ്ക്കാനാകുമെങ്കിലും താരിഫ് നീക്കം ചെയ്യുകയോ കർശനമാക്കുകയോ ചെയ്താൽ 3 മാസത്തിനുള്ളിൽ എന്ത് സംഭവിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തീർച്ചയായും ഒരു മാന്ദ്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ കഴിയും, എന്നാൽ 1 മണിക്കൂറിന് ശേഷം ഞങ്ങൾക്ക് ആ കാഴ്ച മേശപ്പുറത്തുനിന്ന് മാറ്റേണ്ടിവരും, അദ്ദേഹം പറഞ്ഞു. സ്വർണത്തിന്റെ വില ഉയർന്നതായിരിക്കാം, പക്ഷേ അതിനെ അമിതമായി വിലമതിക്കുന്നതായി ഞാൻ കാണുന്നില്ല. ഇന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾക്ക് ഇത് തികച്ചും വിലപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എന്നെ തിരികെ വിളിക്കാം, ഞാൻ വ്യത്യസ്തമായ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞേക്കാം. സ്വർണ്ണവില എവിടേക്കാണ് പോകുന്നതെന്നത് പരിഗണിക്കാതെ തന്നെ സ്വർണ്ണ നിക്ഷേപകർ ഉറച്ച ലാഭത്തിലാണ് ഇരിക്കുന്നതെന്ന് പ്രയർ അഭിപ്രായപ്പെട്ടു. ഈ വർഷം ഇതുവരെ 22%, കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ 37%മാണ് സ്വർണ്ണവിലയിൽ വർധനവുണ്ടായിരിക്കുന്നത്. ഈ നേട്ടങ്ങൾ നിക്ഷേപകർക്ക് റീബാലൻസ് ചെയ്യാനുള്ള അതുല്യമായ അവസരമാണ് നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫിനാൻസിലെ ഒരേയൊരു സൗജന്യ ഉച്ചഭക്ഷണം പുനഃസന്തുലിതമാക്കലാണ്, അദ്ദേഹം പറഞ്ഞു. ഇതാണ് നിക്ഷേപകർ വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോ നിലനിർത്തേണ്ടതിന്റെ കാരണം. നിങ്ങൾ സ്വർണത്തിൽ 10% വിഹിതം നിലനിർത്തുകയും റാലി ആ വിഹിതം 15% അല്ലെങ്കിൽ 20% ആയി ഉയർത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് അധിക ലാഭം എടുക്കാമെന്നും മറ്റു വിപണികളിൽ അവസരങ്ങൾ തേടാമെന്നും മുമ്പ് വിശദീകരിച്ചു. എന്നിരുന്നാലും അസ്ഥിരത മൂല്യനിർണ്ണയത്തെ തടസ്സപ്പെടുത്തുന്നതിനാൽ നിക്ഷേപകർ ഉടൻ തീരുമാനങ്ങളൊന്നും എടുക്കേണ്ടതില്ലെന്നും പ്രിയർ പറഞ്ഞു. നമുക്ക് വ്യത്യസ്ത സാധ്യതകൾ പരിശോധിക്കാൻ കഴിയുമെങ്കിൽ S&P 500 അനന്തരഫലങ്ങളുടെ ശ്രേണി ഇപ്പോഴും വളരെ വിശാലമാണ്. ഇത് ഒന്നുകിൽ 4400 അല്ലെങ്കിൽ 7000 ആണ്, അത് വിലകൂട്ടാൻ പ്രയാസമാണ്, അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് ന്യായമായ അസറ്റ് അലോക്കേഷൻ ഉണ്ടെങ്കിൽ അത് 40 റൗണ്ട് ഗോൾഫ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റുകളിൽ ഒന്നായിരിക്കാം ഇത്. നിങ്ങളുടെ സ്ക്രീനുകൾ ഓഫാക്കി ലിങ്കുകളിൽ അമർത്തുക.